ഇത് പറയുന്നത് ജോലിക്ക് പോകണം, ഞാൻ തിരിച്ച് ഗൾഫിൽ പോകണം, ചെലവിന് കൊടുക്കണം. ചെലവിന് കൊടുക്കാൻ എനിക്ക് സുഖമില്ല, എനിക്ക് സുഖമില്ലാവുന്ന ഗൾഫിൽ നിന്ന് പ്രവാസിയാന്ന് എന്നെ വെളിയിലാക്കിയിട്ടേക്കുക. അവിടെ കണ്ടില്ല, അപ്പുറപ്പം പൂട്ടി താക്കോലാട്ടം പോയിരിക്കുക. പല വട്ടം എന്നെ വെളിയിൽ ചാടിച്ച് ഇവിടെ കെടുത്തേക്കെ തീറ്റിയും കൂടിയൊക്കെ ഇന്നലെ പൂട്ടിയിട്ട് പോയത്, ഇതുവരെ വന്നിട്ടില്ല. ഇവിടെയൊക്കെ ഒന്ന് പട്ടിയും പൂച്ചയും കയറി ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. പേടിച്ചാണ് ഇവിടെ കിടക്കുന്നത്. ലൈറ്റൊന്നും ഇല്ല, ലൈറ്റ് എല്ലാം ക്ലോസ് ആക്കിയിട്ടിട്ട് പോയേക്കുക. ആഹാരമൊക്കെ ഇപ്പം കടയിൽ ഇപ്പം നാട്ടുകാർ വരും, അങ്ങനെ വിളിച്ച് തരുക. അല്ല, ആഹാരമൊന്നുമില്ല, ആഹാരമൊന്നും കഴിക്കാൻ തരത്തില്ല. ഈ മനുഷ്യനെ ഒരു 35 വർഷമായിട്ട് ഒരു പ്രവാസിയായിരുന്നു. പ്രവാസികളുടെ ജീവിതം എന്ന് പറയുന്നത് അവർ പലപ്പോഴും അവരുടെ കഷ്ടപ്പാടുകളോ പ്രയാസങ്ങളൊന്നും സ്വന്തം കുടുംബത്തോട് പറയാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ ഇന്ന് ഈ ലോകത്ത് ഉള്ള മിക്ക പ്രവാസികളുടെയും സാഹചര്യങ്ങൾ പലപ്പോഴും സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് അവരുടെ ജീവിതം മാറ്റിവെക്കാണ്. യഥാർത്ഥത്തിൽ ഒരു പ്രവാസി എന്ന് പറയുന്നത് ഒരു കറവ പശുവാണ് എന്ന് തന്നെ പറയാം. പലപ്പോഴും പ്രവാസികൾ സ്വന്തം കുടുംബത്തിലേക്ക് ഫോൺ വിളിക്കുമ്പോൾ അവിടെയുള്ള അവരെ ആ സുഖകരമായ സാഹചര്യങ്ങളും അവർ നല്ല സുഖത്തോടെ സ്വന്തം കുടുംബം കഴിയുന്നത് കേൾക്കാനൊക്കെ ഉള്ള ആ പ്രവാസിയുടെ മനസ്സിലുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്. അതൊരിക്കലും ഒരു പ്രവാസി എന്നുള്ള ഇതിൽ നിന്ന് ചിന്തിക്കുമ്പോഴേ അത് ഒരിക്കലും ഏതൊരു പ്രവാസിയും അനുഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ അവിടെയൊക്കെ പല പ്രവാസികളുടെ കുടുംബത്തിലും പലപ്പോഴും ഈ പ്രവാസി ഒരു കറവ പശുവായി മാറുകയും പലപ്പോഴും ഈ വീട്ടുകാർ വളരെ സുഖലോലുപതമായി ജീവിക്കുകയാണ് ഉണ്ടാവാറ്. എല്ലാ പ്രവാസികളുടെയും സാഹചര്യങ്ങളിൽ ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. യഥാർത്ഥത്തിൽ പ്രവാസി അയക്കുന്ന ഓരോ പണവും ഓരോ കൃത്യസമയത്ത് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തുമ്പോൾ അവർ സുഖലോലുപതയിൽ ജീവിക്കുകയും അതേസമയം പ്രവാസിയുടെ സാഹചര്യങ്ങൾ പല കുടുംബങ്ങളും കണ്ടറിയാറില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ പ്രവാസി ഏറ്റവും നല്ല അതിമനോഹരമായ വീടുണ്ടാക്കി കൊടുത്തിട്ട് ആ വീട്ടിൽ ഓരോ ബെഡ്റൂമിലും ഓരോ ബാത്റൂമും കിച്ചണും അതിമനോഹരമായ ആഡംബര സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ അദ്ദേഹം ജീവിതത്തിൽ ഒരുപാട് കാലം അധ്വാനിച്ച പണം കൊണ്ടാണ് ഈ വീടൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കുക. പക്ഷേ ഈ വീട്ടിൽ അദ്ദേഹത്തിന് ജീവിക്കാനോ അദ്ദേഹത്തിൻ്റെ ശിഷ്ടകാലം ആ വീട്ടിൽ ജീവിക്കാനോ പോലും ഈ മനുഷ്യന് കഴിയാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു പ്രവാസിയുടെ ജീവിതവും അതുപോലെ തന്നെയായിരുന്നു. കാരണം സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് 35 വർഷം അദ്ദേഹം ജോലി ചെയ്ത് ആ കുടുംബത്തെ പോറ്റി വളർത്തി കുടുംബത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് അവസാനം സ്വന്തം വീട്ടിലേക്ക് വരാൻ നേരത്ത് അദ്ദേഹം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ജോലിയിൽ നിന്ന് അദ്ദേഹത്തെ പിരിച്ചുവിട്ടിട്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു 35 വർഷത്തെ പ്രയാസകരമായ അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ത്യാഗത്തിൽ നിന്നുകൊണ്ടായിരുന്നു വീടും ഒക്കെ ഉണ്ടാക്കിയത്. പക്ഷേ ഈ മനുഷ്യന് ശിഷ്ടകാലം ജീവിക്കാൻ വേണ്ടി ഈ വീട്ടിലേക്ക് വന്ന സമയത്ത് ഭാര്യ ഇതെല്ലാം അടച്ച് പൂട്ടിയിട്ട് ഇത് ലോക്ക് ചെയ്ത് പോയതാണ് യഥാർത്ഥം. നിങ്ങൾ ഈ വീഡിയോയിൽ ഏതായാലും ബാക്കി കൂടെ കണ്ടതിന് ശേഷം ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. കാരണം ഇന്നത്തെ സമൂഹം തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഇത്തരം ഒരിക്കലും പ്രവാസിക്ക് വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ജീവിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഏതായാലും ബാക്കി കുറച്ച് കാണാം. ഇതാണ് നാസറിൻ്റെ അവസ്ഥ. ആർക്കും ഇവിടെ പ്രവേശിക്കാൻ കഴിയില്ല. ഇതിപ്പോൾ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഈ 35 വർഷം പ്രവാസ ജീവിതം നയിച്ച ഈ മനുഷ്യൻ ഇപ്പോഴ് ഇങ്ങനെ ഒരു കസേരയിട്ട് തൊട്ടപ്പുറത്താണ് ഒരു പായിട്ട് കിടക്കുന്നത്. എന്ത് പ്രതിസന്ധികളായാലും പരസ്പരം പറഞ്ഞു തീർത്ത് അദ്ദേഹത്തിന് ജീവിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കേണ്ടത് നമ്മളുടെ കൂടെ ബാധ്യതയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രശ്നങ്ങൾ ശരിയും തെറ്റും ഉണ്ടാകാം. ശരി ഏതാണെന്ന് നമുക്കറിയില്ല. ഭാര്യയില്ല, ഞാൻ അവരെയും കൂടെ കണ്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. ഇതുകൊണ്ട് പൂട്ടിട്ട് പോയിരിക്കുകയാണ്. ഇതൊക്കെ ദയനീയമാണ്. 35 വർഷം ഇപ്പോൾ അവർ എല്ലായിടവും പൂട്ടി പോയിരിക്കുകയാണ്. അപ്പം എന്തായാലും ഇത് മനുഷ്യരാശിക്ക് തന്നെ നാശം സംഭവിക്കുന്നതിൻ്റെ തുടക്കമെന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ ദൈനംദിനം ഉപേക്ഷിക്കപ്പെടുന്നവർ, ആരോരുമില്ലാത്തവർ, അനാഥരൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. 35 വർഷം പ്രവാസ ജീവിതം നയിച്ചിട്ട് അവസാനം ഒന്നുമില്ലാതെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. പ്രവാസികളെല്ലാം ആലോചിക്കുക, ഞാനും പ്രവാസിയായിരുന്നു, പക്ഷെ നമുക്കൊക്കെ പടച്ച തമ്പുരാൻ്റെ കൃപ കൊണ്ട് ഒരു കുഴപ്പമില്ല. അത്
എന്തായാലും ഇതൊരു വലിയ ദയനീയമാണ്, ഇല്ലേ നാസറേ? ആർക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഉള്ളതെല്ലാം സ്റ്റേ ചെയ്തത്, ഉള്ളതെല്ലാം സ്റ്റേ ചെയ്തത്, പോലീസും കോളേജും ബാങ്കും അറ്റാച്ച് ചെയ്തിരിക്കും. നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ, ജീവിക്കാൻ മുമ്പോട്ട്. ബാങ്കിലുള്ള പൈസ അവിടെ അക്കൗണ്ടിലാക്കി ഇദ്ദേഹത്തിന്റെ ബാങ്കിൽ നിന്ന് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. പിന്നെ ഞാൻ സ്റ്റേ ചെയ്തിട്ട് ഇതൊക്കെയാണ് നിലവിലെ അവസ്ഥ. ഇപ്പൊ നിങ്ങൾ തമ്മിൽ ഇത്രയും പിണങ്ങാൻ കാരണം എന്താ വന്നെനി സത്യസന്ധമായി പറയാം. കല്യാണം കാര്യം തൊട്ടുണ്ടോ? ഇല്ല, അതുകൊണ്ട് പിന്നെ നിങ്ങൾ ജീവിച്ചു, ഒരു കുഞ്ഞുണ്ടായി, പിന്നെ അതിനെ വിവാഹം കഴിച്ചയച്ചു. ഞാൻ ഗൾഫിൽ പോകണം, എനിക്ക് സുഖമില്ലാത്ത നിങ്ങള് വീണ്ടും കയറ്റിവിട്ടേ ഇങ്ങോട്ട് കയറ്റിവിട്ടാ. പിന്നെ സുഖമില്ല ഞാൻ പോകാന്ന് വെച്ചാൽ എന്ത് ചെയ്യാനാ, എവിടെ പോകാനാണ്? എന്ത് കാരണങ്ങളായിക്കോട്ടെ, അത് ഭാര്യ ഭർത്തൃ ബന്ധത്തിലെ എന്ത് കാരണങ്ങളായാൽ തന്നെയും ഒരിക്കലും അദ്ദേഹത്തെ പുറത്തു കിടത്താൻ പാടില്ല. ഈ കാണിച്ചിരിക്കുന്ന സത്യത്തിൽ അനീതിയാണ്. ഇപ്പോൾ ഒരു കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് കുറേ കൊള്ളക്കേസുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഈ വിഷയത്തിൽ കർശനമായി ഇടപെട്ട് ഇനി ഏതെല്ലാം കേസുകൾ, ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒട്ടനവധി കേസുകൾ കൊടുക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്നാണ്, ഇദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഈ കേസുകളൊന്നും ഒരു പ്രശ്നമല്ല. നിരവധി കേസുകൾ നിലവിലുണ്ട്. അച്ഛനെയും അമ്മയും നോക്കാത്ത മക്കളെ കോടതിയിൽ ഹാജരാക്കി കേസുകളൊക്കെ നടത്തുന്ന ആളുകളാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് വേണ്ടുന്നത് ഒരു പ്രവാസിയായ ഈ മനുഷ്യന് ശിഷ്ടജീവിതം. ഇദ്ദേഹത്തിന് 3 സ്ട്രോക്ക് വന്നു, 3 ആൻജിയോഗ്രാം കഴിഞ്ഞു. ഇപ്പോഴും അദ്ദേഹത്തിന് ഇനി ഒരടവ് കൂടിയുണ്ട്. ഇദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഓരോ പ്രവാസിയുടെ ജീവിതവും ഇത്തരത്തിലൊക്കെ തന്നെയാണ്. യഥാർത്ഥത്തിൽ പ്രവാസികൾ എപ്പോഴും സ്വന്തത്തിന് വേണ്ടിയിട്ട് ജീവിക്കാൻ എപ്പോഴും നമ്മൾ കാണണം. കാരണം നമ്മൾ എത്രമാത്രം നമ്മൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നില്ലയോ നമ്മെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കും. അത് സ്വന്തം ഭാര്യയാണെങ്കിലും സ്വന്തം മക്കളാണെങ്കിലും ആരാണെങ്കിലും. കാരണം നാം നമുക്ക് വേണ്ടിയിട്ട് കൂടെ ജീവിക്കാൻ തയ്യാറാവണം. പല പ്രവാസികളുടെയും സാഹചര്യങ്ങൾ എന്ന് വെച്ചാൽ വർഷങ്ങളോളം ഗൾഫിലൊക്കെ കഷ്ടപ്പെട്ട് വീടും മക്കളെയൊക്കെ വേണ്ടിയിട്ട് പലപ്പോഴും പ്രവാസ ജീവിതം അനുഭവിച്ച ഒരു മനുഷ്യനായതുകൊണ്ട് എനിക്കെന്നെ അറിയാറുണ്ട്. എൻ്റെ മകൻ ഒരു ഡോക്ടറാവട്ടെ, എൻ്റെ മകൻ ഒരു എൻജിനീയർ ആവട്ടെ, അല്ലെങ്കിൽ എൻ്റെ മകളുടെ പഠിപ്പൊന്ന് കഴിയട്ടെ, എന്നിട്ട് ഞാൻ ഇതെല്ലാം നിർത്തി നാട്ടിൽ കൂടാം എന്ന്. യഥാർത്ഥത്തിൽ ഇത്തരം ആഗ്രഹത്തോടെയാണ് പല പ്രവാസികളും പ്രവാസ ജീവിതം വിട്ട് നാട്ടിൽ എത്തിപ്പെടാറ്. പക്ഷേ പലപ്പോഴും അവരുടെ ജീവിതം എന്ന് പറയുന്നത് അവരെ ഒരു സമൂഹത്തിന് മുന്നിൽ എന്നും കാണുമ്പോൾ തന്നെ ചോദിക്കും, എന്നാണ് വരുന്നത്, എന്നാണ് ഇനി പോകുന്നത്. ഈ ചോദ്യമാണ് പലപ്പോഴും ഏറെ പ്രവാസികളും അനുഭവിക്കുന്നത്. ഒരിക്കലും ഒരു പ്രവാസിയും പ്രവാസ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യം യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹം തന്നെയാണ് അതിനൊക്കെ ഏറ്റവും വലിയ ഉത്തരവാദി. അവർ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് നമുക്ക് വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ഒരു പ്രവാസി ജീവിതമായി അവർ ശിഷ്ടകാലം പോലും ഇല്ലാതാവുന്നത് യഥാർത്ഥത്തിൽ സമൂഹത്തിനെതിരെ വലിയ പങ്കുണ്ട്. നമ്മളെ സമൂഹമാണ് യഥാർത്ഥത്തിൽ ഒരു പ്രവാസിയുടെ സാഹചര്യം തിരിച്ചറിയേണ്ടത്. യഥാർത്ഥത്തിൽ ഒരു പക്ഷേ സമൂഹം എന്ന് ചിന്തിക്കുമ്പോഴേ സൊസൈറ്റിക്ക് മുഴുവൻ ഉത്തരവാദിത്തത്തിൽ ഏറ്റവും പ്രധാനമായിട്ടും തുടങ്ങേണ്ടത് സ്വന്തം ഫാമിലിയിൽ നിന്നാണ്. പല ഫാമിലിയും പലപ്പോഴും പ്രവാസിയുടെ ജീവിതം തിരിച്ചറിയാറില്ല എന്നുള്ളത് ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ്. കാരണം പ്രവാസ ജീവിതത്തിൽ ആ മനുഷ്യർക്ക് വേണ്ടിയിട്ട്, കാരണം ഈ അടുത്തിടെയായിട്ട് ഞാൻ തന്നെ ഒരു വീഡിയോസിലേറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം ഒരു അച്ഛന് വേണ്ടിയിട്ട്, അച്ഛൻ ഗൾഫിൽ ഡ്രൈവറായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരുപാട് കഷ്ടപ്പാട് പ്രയാസത്തിൽ ജീവിച്ച ആ മനുഷ്യന് സ്വന്തം മകന് ഗൾഫിൽ നിന്ന് അദ്ദേഹം നാട്ടിൽ സ്ഥിരതാമസമാക്കിയപ്പോൾ അദ്ദേഹത്തിന് ഒരു ബെൻസ് കാർ ഗിഫ്റ്റ് കൊടുക്കുന്നതൊക്കെ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ എപ്പോഴും നമ്മളെ സൊസൈറ്റിയിലുള്ള സമൂഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പ്രവാസ ജീവിതം നയിക്കുന്ന പല മനുഷ്യരെയും നമ്മൾ തിരിച്ചറിയണം. കാരണം പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ കേരളം പോലത്തെ ഒരു കേരളത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ഗൾഫ് പണം വന്നിട്ട്, കാരണം പല പള്ളി കമ്മിറ്റികളാണെങ്കിലും പല സൊസൈറ്റിയിലെ പല സാഹചര്യങ്ങളിലും അവരൊക്കെ നിലനിർത്തി കൊണ്ടുപോകുന്നതിൽ പ്രവാസികൾ വലിയ പങ്ക് വഹിക്കാറുണ്ട്. പക്ഷേ പ്രവാസികളുടെ ജീവിതവും സാഹചര്യവും പലപ്പോഴും തിരിച്ചറിയാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഈ അടുത്ത് കഴിഞ്ഞ ഇലക്ഷന് പോലും അതിനു വേണ്ടിയിട്ടൊക്കെ ആ ഇലക്ഷൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരുപാട് പണം ചെലവുകളുണ്ട്. ഇതൊക്കെ യഥാർത്ഥത്തിൽ പ്രവാസികളുടെ പണമാണ്. പലപ്പോഴും മരുന്ന് കത്തിച്ചിട്ടാണെങ്കിലും വിജയം ആഹ്ലാദങ്ങൾ നടത്തിയപ്പോഴും ഇതൊക്കെ ഒരുപാട് പ്രവാസികളുടെ കഷ്ടപ്പാടും പ്രയാസങ്ങളാണെന്ന്
പലരും തിരിച്ചറിയാറില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എപ്പോഴും നമ്മൾ പ്രവാസികളുടെ ജീവിതവും സാഹചര്യവും സൊസൈറ്റിയാണ് തിരിച്ചറിയേണ്ടത്. കാരണം ആ സൊസൈറ്റിയിൽ നിന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് ആ മനുഷ്യരുടെ സാഹചര്യങ്ങളുടെ തിരിച്ചറിവ് സമൂഹത്തിനും ഒരു കുടുംബത്തിനും നൽകുന്ന വലിയ മെസ്സേജായി മാറ്റാൻ കഴിയുക. പലപ്പോഴും ഇത്തരം മെസ്സേജുകളിൽ സമൂഹത്തിൽ പാസ് ചെയ്യാത്തതാണ്. കാരണം വളർന്നു വരുന്ന ഒരു കുട്ടി പഠിക്കുന്നില്ല, എൻ്റെ ഉപ്പ ഗൾഫിലാണ്, ആ ഉപ്പയുടെ സാഹചര്യം എന്താണെന്ന് ഉമ്മ പറഞ്ഞു കൊടുക്കണം. ഉപ്പ കഷ്ടപ്പെട്ടിട്ടാണ് മോനെ നമ്മളൊക്കെ ജീവിക്കുന്നത്, ഉപ്പയുടെ കഷ്ടപ്പാടും വിയർപ്പുമാണ് മോനെ എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഉമ്മമാർ സൃഷ്ടിക്കപ്പെടണം. അത്തരം ഉമ്മമാർ ഇല്ല എന്നല്ല, പക്ഷേ നമ്മുടെ ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല. ഒരു ഗൾഫ് പ്രവാസിയായിട്ടുള്ള ബിസിനസ്മാൻ്റെ ജീവിതവും ഒരു ഗൾഫിൽ ജോലി ചെയ്യുന്ന പ്രവാസിയുടെ ജീവിതവും വളരെ വ്യത്യസ്തമാണ് എന്ന് പലരും തിരിച്ചറിയാറില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ആ മനുഷ്യന് കഷ്ടപ്പാടും പ്രയാസങ്ങളൊക്കെ സഹിച്ച് വർഷങ്ങൾക്ക് പറഞ്ഞ ഈ മനുഷ്യൻ തന്നെ 35 വർഷത്തോളം പ്രവാസിയാണ്. പിന്നീട് വീട്ടിൽ വന്നപ്പോൾ ഇരിക്കാനൊരു കൂര പോലും ഇല്ലാത്തൊരു സാഹചര്യം നമ്മൾ ആലോചിച്ച് നോക്കൂ. പിന്നീട് ആ മനുഷ്യന് രോഗിയായിട്ട് കഴിയുകയാണ്. ആ ഒരു സാഹചര്യങ്ങളൊക്കെ നമുക്ക് പല NGOകളുണ്ട് ഗൾഫിൽ തന്നെ, പല ഈ പ്രവാസികൾക്ക് വേണ്ടി സംഘടനകളും പലതും ഉണ്ടെങ്കിലും പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളെക്കുറിച്ച് യഥാർത്ഥത്തിൽ വളരെ സീരിയസ് ആയിട്ട് ഒരു ക്യാമ്പയിന് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചകളൊന്നും യഥാർത്ഥത്തിൽ നടക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിൻ്റെയൊക്കെ പിറകിൽ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രവാസികൾ അവരെ കൊണ്ട് കഴിയാത്ത പൈസകളാണ് അവർക്ക് വേണ്ടി എഴുതി വാങ്ങിയിട്ട് അവർ നിർബന്ധിതമായിട്ട്, കാരണം അവരെ പ്രസ്റ്റീജാണ്, ഞാനൊരു ഗൾഫുകാരനല്ലേ, ഞാൻ പണം കൊടുക്കാതിരുന്നാൽ എന്താണ് ജനങ്ങൾ ചിന്തിക്കുക. നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ അറിയോ, നാട്ടിൽ ജോലി ചെയ്യുന്ന പോലെ അതുപോലെ അവിടെ നമ്മളിവിടെയൊക്കെ ബംഗാളികളായിട്ടുള്ളവരൊക്കെ കഷ്ടപ്പെടുന്ന പോലെ അവിടെ കഷ്ടപ്പെട്ട് ജീവിച്ചിട്ടാണ് പണം ഉണ്ടാക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ പള്ളി കമ്മിറ്റി ആണെങ്കിലും ഏത് കമ്മിറ്റി ആണെങ്കിലും സ്കൂളാണെങ്കിലും എന്തൊരു പ്രോഗ്രാമിനും പ്രവാസികളുടെ പണം കൊണ്ട് മാത്രമാണ് അതിമനോഹരമായിട്ട് ഇതൊക്കെ മുന്നോട്ട് പോകുന്നത്. ഏതായാലും നമ്മളൊക്കെ പ്രവാസികളുടെ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ സമൂഹം ഒരു വീണ്ടും വിചാരം നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഈ മനുഷ്യരുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം. ഏതായാലും വീഡിയോയെക്കുറിച്ച് അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യും. പുതിയ മറ്റൊരു വീഡിയോസുമായി കൊണ്ട് കാണാം.